ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു പാൽക്കപ്പ തയ്യാറാക്കലാണ്. രുചിയൂർന്ന പാൽക്കപ്പ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചിടുന്ന സമയത്ത് ആ കപ്പയുടെ നടുവിലുണ്ടാകുന്ന ചെറിയ നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ പാൽക്കപ്പ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഈ നന്നായി വാഷ് ചെയ്ത കപ്പയിലോട്ട് അത് മുങ്ങുന്നവരെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കപ്പ വേവുന്ന സമയത്തിന് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ അങ്ങാടിക്കാരി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പാല് അരിച്ചെടുക്കാം. ഞാൻ ഒരു കപ്പ് മുഴുവനായിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടത് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതൊക്കെ ഒന്ന് നമുക്ക് ഉരലിട്ട് ചതച്ചിട്ടെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഈ കപ്പ വെന്തോന്നൊന്ന് നോക്കണം കേട്ടോ. നല്ലോണം വേവുള്ള കപ്പയാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ വേവിക്കേണ്ടി വരും. നല്ല കപ്പയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ കുറച്ച് വേവുള്ള കപ്പയായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വന്നു വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെന്ത കപ്പയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയെടുക്കാം. ഇനി ആ കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഞാനൊരു കടയോല് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഈ കപ്പയിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഉടച്ച് ചേർക്കുക കേട്ടോ. ഇനി ആ തേങ്ങാപ്പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഉടച്ച് അതിലൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിമും കൂടെ ഒന്ന് ഓൺ ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഈ തേങ്ങാപ്പാലും ഈ കപ്പയും ഈ പച്ചമുളകിൻ്റെ ഒക്കെ കൂട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജോയിൻ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ട് ഉപ്പ് പോരെങ്കിൽ നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ 1/4 ഭാഗം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി വേണ്ടത് ഇതിനെ വറവ് ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്തിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിന് നമ്മൾ ചെറിയുള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഞാൻ തന്നെ നട്ട് നനച്ച് വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിലാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇതൊന്ന് ചുമന്ന് വരുന്നതിനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് ഈ കപ്പേൻ്റെ രുചി കൂട്ടുന്ന ഈ ചേരുവ കേട്ടോ. ഇതൊന്ന് ചുമന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ചൂടുള്ള കപ്പയിലോട്ടേക്ക് നമ്മുടെ വറുത്ത് കിട്ടിയ ഈ ചെറിയുള്ളിയും ഈ വറ്റൽമുളകൊക്കെ നമുക്ക് ആ ചൂടുള്ള കപ്പയിലോട്ട് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാൽക്കപ്പ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ രുചിയൂർന്ന പാൽക്കപ്പ ഇവിടെ തയ്യാറായി കേട്ടോ. കണ്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടി നമുക്കറിയാം. നമ്മുടെ യദുക്കുട്ടനെ ചിരി കണ്ടില്ലേ? പാൽക്കപ്പ കഴിച്ചിട്ട് അവന് ഇഷ്ടമായി, പിന്നെ ആർക്കാ ഇഷ്ടാവാത്തത്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളി.